പുതിയ വണ്ടി എടുക്കുന്നവരാണ് സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണാം. സംഭവം എന്താണെന്ന് ഷോർട്ടായിട്ട് പറഞ്ഞാൽ, നിങ്ങളൊരു പുതിയൊരു വണ്ടി എടുക്കുന്ന ടൈമിൽ നമ്മൾ വണ്ടിക്ക് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എല്ലാവരും എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ക്ലെയിം വരുമ്പോഴാണ് പലർക്കും ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. അത് കുറേ കണ്ട ആളെന്നുള്ള നിലയിലാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കും. ഇൻഷുറൻസിൻ്റെ അകത്ത് ബമ്പർ ടു ബമ്പറാണ് ഇൻഷുറൻസ് അധികം പേര് ചൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്നത്, അതായത് ഫ്രണ്ട് ബമ്പർ ടു റിയർ ബമ്പർ വരെയുള്ള എല്ലാ ക്ലെയിം അതിൽ ഇൻക്ലൂഡഡ് ആവും. ഇതാണ് എല്ലാവരുടെയും ചിന്താഗതി. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ വണ്ടി എപ്പോഴെങ്കിലും ആവാതിരിക്കട്ടെ, ടോട്ടൽ ലോസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു എന്താ പറയുക ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ ലോസ് ആയി കഴിഞ്ഞാൽ എല്ലാവരുടെയും വിചാരം വണ്ടിയുടെ ഫുൾ പൈസയും കിട്ടും. അങ്ങനെയല്ല. ബമ്പർ ടു ബമ്പർ എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ IDV വാല്യൂ എത്രയാണോ, അതായത് പുതിയൊരു വണ്ടി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ IDV വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം എക്സാക്ട് എക്സ്ഷോറൂം പ്രൈസ് ആയിരിക്കില്ല. അതിൻ്റെ അകത്ത് ഒരു 5% മാക്സിമം ഒരു ഡിപ്രിസിയേഷനോട് കൂടിയിട്ടാണ് IDV വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വെഹിക്കിളിന്റെ വാല്യൂ അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ആ ഒരു സംഭവം മാത്രമാണ് നിങ്ങൾക്ക് ഇൻഷുറൻസിൽ ടോട്ടൽ ലോസ് ആയി കഴിഞ്ഞാൽ ക്ലെയിം ആയിട്ട് കിട്ടുക. ഈ ബമ്പർ ടു ബമ്പർ എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം എന്നല്ല, അതിൻ്റെ അകത്ത് IDV വാല്യൂ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ എക്സ്ഷോറൂം പ്രൈസ് ആണ്. ഇതിന് പുറമെ നിങ്ങളൊരു റോഡ് ടാക്സ് കാര്യങ്ങൾ, ഇൻഷുറൻസ് എമൗണ്ട് കാര്യങ്ങളൊക്കെ അടച്ചിട്ടാണ് വണ്ടി റോട്ടിൽ എടുക്കുന്നത്. ആ ഒരു എമൗണ്ട് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഒന്നുകൂടി പറഞ്ഞു, അതായത് 20 ലക്ഷത്തിൻ്റെ വണ്ടി, ഇത് ഞാൻ ആ ഒരു വീഡിയോയിലും പറഞ്ഞാണ്. 20 ലക്ഷത്തിൻ്റെ വണ്ടി, അതിൻ്റെ അകത്ത് എക്സ്ഷോറൂം പ്രൈസ് ചിലപ്പോൾ ഒരു 16 എസ്റ്റിമേഷൻ പറയണം, 16 ലക്ഷമാണെന്ന് വിചാരിക്കാം 20 ലക്ഷത്തിൻ്റെ വണ്ടി. ഓക്കെ, ബാക്കിയുള്ള ഒരു 4 ലക്ഷം നിങ്ങൾ റോഡ് ടാക്സ് ഇൻഷുറൻസ് എല്ലാം കൂടിയിട്ടാണ് അടക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ടോട്ടൽ ലോസ് സംഭവിക്കുകയാണെങ്കിൽ ഈ 16 ലക്ഷം മാത്രമാണ് കിട്ടുക. റോഡ് ടാക്സ് അടച്ച എമൗണ്ടോ കാര്യങ്ങളൊന്നും കിട്ടില്ല. ഈ 16 ലക്ഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ക്ലെയിം ആയിട്ട് ടോട്ടൽ ലോസിൽ കിട്ടുക. ഓക്കെ, എന്നാൽ റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. അതായത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് അധിക പേരും വേണം ചോദിക്കുന്ന ഒരു സംഭവമാണ് റിട്ടേൺ ടു ഇൻവോയ്സ് വേണം. അഡീഷണൽ ചിലപ്പോൾ ഒരു 2500 രൂപയുടെ അടുത്തോളം കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, 20 ലക്ഷത്തിൻ്റെ വണ്ടിയാണെങ്കിൽ ഇതിനകത്ത് ആക്സറീസ് എമൗണ്ട് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. അല്ലാതെ എല്ലാ എമൗണ്ടും 20 ലക്ഷത്തിൻ്റെ വണ്ടിക്ക് നിങ്ങൾ 20 ലക്ഷമാണ് പേയ്മെൻറ്റ് ചെയ്യുക. ഇൻവോയ്സിൽ എന്താണോ കാണിച്ചിട്ടുള്ള എമൗണ്ട് അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ആയിട്ട് ടോട്ടൽ ലോസ് ക്ലെയിം ആയിട്ട് കിട്ടും. ഇതാണ് ഒരു ചേഞ്ച് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 4 ലക്ഷം രൂപയുടെ അടുത്തോളം ഒരു 2000 രൂപ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസും ക്രൈറ്റീരിയാസും പറയാനുണ്ട്. ലിമിറ്റേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ വണ്ടി എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം വരെ മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 3 വർഷം വരെയുള്ള പുതിയ വണ്ടികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ താഴെ കുറേ പേർക്ക് കമൻറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ വണ്ടി 7 വർഷത്തിൻ്റെ പഴയതാണ്, അപ്പോൾ ഇതിലെങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അങ്ങനെയല്ല, പുതിയ വണ്ടി എടുത്തിട്ട് 3 വർഷം വരെയുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഇതിന് പുറമെ കുറേ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അതായത് ഇൻഷുറൻസിൻ്റെ ഞാൻ കുറച്ച് കാര്യങ്ങൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻഷുറൻസിൻ്റെ ആളല്ലാതുകൊണ്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഒന്ന് ബമ്പർ ടു ബമ്പർ നമ്മളിപ്പോൾ പറഞ്ഞു. പിന്നെ വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ട് അഡീഷണൽ എഞ്ചിൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് വരികയാണെങ്കിൽ തന്നെ അതൊക്കെ റിപ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലെയിമിൽ തന്നെ കിട്ടുമല്ലോ. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വണ്ടി എപ്പോഴെങ്കിലും ഫോർ എക്സാമ്പിൾ ഫ്ലഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അതായത് ഫ്ലഡിലൊക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് വണ്ടി എഞ്ചിനും കാര്യങ്ങളൊക്കെ പോയതിനു ശേഷം വെള്ളം കയറി കഴിഞ്ഞാൽ എഞ്ചിനും കാര്യങ്ങളൊക്കെ പ്രശ്നം വരും, എഞ്ചിനും ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ പ്രശ്നം വരും. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല, ആക്സിഡന്റ് അല്ലാത്തടത്തോളം കാലം. അതിന് അഡീഷണൽ ആയിട്ട് നിങ്ങൾ എഞ്ചിൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഏതാണ്ട് 2000 to 2500 രൂപയുടെ അടുത്തുള്ള അഡീഷണൽ കൊടുക്കണം. അത് നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഫ്ലഡിലൊക്കെ വരുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ, ആവാൻ ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതും കൂടി ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് അത്രയും നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് കൺസ്യൂമബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, അതായത് നമ്മുടെ ഈ ബോൾട്ട്, നട്ട്, പിന്നെ കൂളൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് കാര്യത്തിൽ ക്ലെയിം ആയിട്ട് കിട്ടില്ല. അതിന് നമ്മൾ അഡീഷണൽ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളൊരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കൂടെ, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കൂടെ അവർ അഡീഷണൽ ആയിട്ട് ചെയ്യുന്ന, അതായത് ഫോർ എക്സാമ്പിൾ അവർ ഗ്ലൗസ് അതുപോലെ തന്നെ ബാൻഡേജ് കാര്യങ്ങളൊക്കെ അഡീഷണൽ യൂസ് ചെയ്യണം, അതിന് സെപ്പറേറ്റ് ആയിട്ട് ബില്ല് വരും. ഇതൊന്നും നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നെറ്റ്, ബോൾട്ട്, ഈ കൂളൻ്റ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടില്ല. അതിനാണ് ഈ കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞൊരു സംഭവം ആഡ് ചെയ്യുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടയർ കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാം. ടയറിന് ഏറ്റവും പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി എടുത്തിട്ട് അല്ലെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് തന്നെ ടയർ കാര്യങ്ങളൊക്കെ പൊട്ടുമ്പോൾ ഒന്ന് ബ്രാൻഡ് സപ്പോർട്ട് ചെയ്യും. അല്ലാത്ത കേസുകളൊക്കെ വരുവാണെങ്കിൽ ചില ഇത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ചിലപ്പം ബ്രാൻഡിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള പൊട്ടലും കാര്യങ്ങളൊക്കെ വരികയാണ്. അതായത് വേറെ എവിടെ ആക്സിഡന്റ് സംഭവിക്കാതെ ടയർ മാത്രം പൊട്ടുന്ന കേസൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഒരു മിനിറ്റ്. ഓക്കെ, അങ്ങനെയുള്ള കേസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ആക്സിഡന്റ് അല്ലാതെ ടയർ മാത്രം ഏതെങ്കിലും രീതിയിൽ പൊട്ടുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് അത് ഒരിക്കലും ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇത് അഡീഷണൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇൻഷുറൻസിൽ ഈ ഒരു ടയർ പാക്കേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ക്ലെയിം ആയിട്ട് കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കീ ലോസ്റ്റ്. അതായത് നമ്മുടെ ഫോക്സ്വാഗൻ്റെ വണ്ടികളുടെ ചാവിക്കൊക്കെ ആണെങ്കിൽ, ഞാൻ എക്സാമ്പിൾ പറയാണ്, ഒരു 15,000 to 20,000 രൂപയുടെ അടുത്തോളം ഒരു കീ പുതുതായിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് കോസ്റ്റ് വരുന്നുണ്ട്.
ബാക്കിയുള്ള ബ്രാൻഡ് എനിക്കറിയില്ല. ഓൾമോസ്റ്റ് എന്തായാലും കീക്ക് നല്ല പൈസ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കീ ലോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസും കൂടെ നമുക്ക് ഓക്കെ കീ ലോസ്റ്റ് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് നിങ്ങൾക്ക് ജസ്റ്റ് കീ ലോസ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് പോയാൽ കിട്ടില്ല. ഇതിനൊക്കെ എന്താ പറയുക പ്രോപ്പർ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ വേണം. ഈ FIRും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ FIR ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിട്ടേൺ ടു ഇൻവോയ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എന്താ സംഭവം എന്നൊക്കെ. പിന്നെ ആൻറ്റി തെഫ്റ്റ്, അതായത് ഈ പറഞ്ഞ പോലെ തന്നെ മോഷണം പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ ബമ്പർ ടു ബമ്പർ അല്ലാതെയുള്ള സംഭവങ്ങളാണ്. ബമ്പർ ടു ബമ്പറിന് പുറമെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഇൻഷുറൻസ് എടുക്കുന്ന ടൈമിൽ. ഓക്കെ, ആൻറ്റി തെഫ്റ്റ് മനസ്സിലായല്ലോ. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം FIR കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ത്രൂ അത് ക്ലെയിം ചെയ്തിട്ട് കിട്ടും. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്, റാറ്റ് ബൈറ്റ്. അതായത് അധിക വണ്ടികളിലും കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ റാറ്റ് ബൈറ്റിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അധിക വണ്ടികളിലും, അതായത് ഇന്നേ വണ്ടി ബ്രാൻഡ് കാര്യങ്ങളൊന്നുമില്ല, അധിക വണ്ടികളും കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറും കാര്യങ്ങളൊക്കെ എലി കടിച്ചിട്ടൊക്കെ പോകുന്ന പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ നിങ്ങൾ നല്ല കോസ്റ്റ് കൊടുത്തിട്ട് തന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കേസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതും ഇൻഷുറൻസിൽ ആഡ് ചെയ്യാൻ പറ്റും. റാറ്റ് ബൈറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഇൻഷുറൻസിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്നല്ല, അതായത് ഉപയോഗം എന്ന് വെച്ചാൽ ഇങ്ങനെ റാറ്റ് ബൈറ്റ് കാര്യങ്ങൾക്കൊക്കെ നഷ്ടപ്പെടുന്ന എന്താ പറയുക കാര്യങ്ങളൊക്കെ ഉണ്ട്, പാർട്സും കാര്യങ്ങളൊക്കെ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്തിട്ട് കിട്ടും. അത് ക്ലെയിം ചെയ്തിട്ട് കിട്ടുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്നാണ് നിങ്ങൾക്ക് മാറ്റി തരുന്നത്. ഓക്കെ, ആ ഷോറൂമിൽ അവർ സർട്ടിഫൈ ചെയ്യണം ഇന്നേ കാരണം കൊണ്ടാണ് അത് പോയിട്ടുള്ളതെന്ന് സർട്ടിഫൈഡ് ചെയ്തിട്ട് ഇൻഷുറൻസിൻ്റെ അവരെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലെയിം ആയിട്ട് കിട്ടും. പിന്നെ വരുന്നത് വെച്ചാൽ NCV പ്രൊട്ടക്ഷൻ. അതായത് NCV എന്ന് വെച്ചാൽ നോ ക്ലെയിം ബോണസ് എന്നാണ്. അതായത് നിങ്ങളൊരു ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു വർഷത്തേക്ക് എടുക്കുന്ന ഇൻഷുറൻസിൽ ഒരു വർഷത്തിൽ ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ബോണസ് നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റ് ഇയർ നിങ്ങളൊരു ഇൻഷുറൻസ് എടുത്ത് നെക്സ്റ്റ് ഇയർ എടുക്കുമ്പോൾ നിങ്ങളുടെ കോസ്റ്റ് ശരിക്കും, അതായത് ക്ലെയിം ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 30,000 രൂപയുടെ അടക്കുകയാണെങ്കിൽ ക്ലെയിം ചെയ്യാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ 20,000 രൂപ അടച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞ 10,000 രൂപയുടെ അടുത്തോളം നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ സേവ് ചെയ്യാൻ പറ്റും ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും പറയുന്ന ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് എടുക്കുന്നത് ശരിയാണ്. ഇനി ക്ലെയിം ചെയ്യുന്നവരാണെങ്കിൽ കൂടി അത് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഒരു നോ ക്ലെയിം ബോണസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. NCV പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് ക്ലെയിം ഉണ്ട്. 2,000 രൂപയുടെ അടുത്തുള്ള അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ ഇൻ കേസ് നിങ്ങൾ എന്താണ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ ഒരു ബോണസ് കിട്ടും. ഓക്കെ, അതാണ് NCV പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം. നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 10,000 രൂപ നിങ്ങൾക്ക് നഷ്ടമാവില്ല. മനസ്സിലായോ? ഈ ഒരു 2,000 രൂപ അഡീഷണൽ കൊടുത്തിട്ട് ആ ഒരു പാക്കേജും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ കൂടെ നിങ്ങൾക്ക് ലാഭിക്കാം. അതാണ് NCV പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ഇയറിൽ 20,000 രൂപയുടെ കൊടുത്തെടുക്കുക. നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ ക്ലെയിം ചെയ്തൊരു കസ്റ്റമർ നെക്സ്റ്റ് ഇയർ റിന്യൂ ചെയ്യുകയാണെങ്കിൽ 30,000 രൂപയുടെ അടുത്തോളം കൊടുക്കേണ്ടി വരും. മനസ്സിലായോ ആ ഒരു ചേഞ്ച്? അതാണുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ എന്താ പറയണ്ടേ, ഇനിയും ചിലപ്പോൾ ഇൻഡെപ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റൂൾസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ക്ലെയിം ചെയ്തിട്ട് എന്താ പറയണ്ട നിങ്ങൾക്ക് ബോണസ് NCB ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളത്. പക്ഷെ എന്നാലും അതിൻ്റെ അകത്ത് ഓരോ കമ്പനിക്കാരും ഓരോ ഇൻഷുറൻസ് കമ്പനിക്കാരും ഒരു ലിമിറ്റ് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 1,00,000 അല്ലെങ്കിൽ 50,000 ഇതിൻ്റെ മുകളിലേക്ക് ക്ലെയിം പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് കട്ടാവും. അങ്ങനെ ഓരോ റൂൾസ് ഉണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് അവരോട് തന്നെ ഏതാണോ കമ്പനി, ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കമ്പനീനും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ഒരു കമ്പനീനും വെച്ചിട്ട് പറയാൻ പറ്റില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് മാത്രമേ നിങ്ങളോട് പറയാൻ പറ്റൂ. അപ്പോൾ ആ ഒരു ഏതാണോ കമ്പനി അവരോട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എന്താ പറയണ്ടത് ഇൻഷുറൻസ് പാക്കേജ് എടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതിന് പുറമെ ഇതിനകത്ത് എന്തൊക്കെ ക്രൈറ്റീരിയ ഉള്ളതെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ക്ലെയിമിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഇന്ന പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് FIR വേണ്ടി വരും. അതുപോലെ തന്നെ ഷോറൂമിൻ്റെ അവരുടെ എന്താ പറയുക സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ, അതായത് റാറ്റ് ബൈറ്റിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന കാരണം കൊണ്ടാണെന്നുള്ളത്. അങ്ങനെയാണ് മാത്രം ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് കിട്ടുന്നത്. ഇതിന് പുറമെയുള്ള ലിമിറ്റേഷൻസ് നിങ്ങൾ ഏതാണോ റിന്യൂ ചെയ്യാൻ എടുക്കുന്ന എന്താ പറയുക ഇൻഷുറൻസ് കമ്പനി അവരോട് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണം തോന്നി, കാരണം ഫസ്റ്റ് വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ റീച്ച് പോയി. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തല്ല, ജസ്റ്റ് ഇരുന്നപ്പോൾ എനിക്കതൊരു കണ്ടൻറ്റായിട്ട് തോന്നിയോണ്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതുപോലുള്ള കണ്ടന്റുകൾ ഇഷ്ടമാണ് ജസ്റ്റ് ഒന്ന് ചാനലൊന്ന് നോക്കിയാൽ മതി. ഫോക്സിൻ്റെ വീഡിയോസാണ് കൂടുതൽ. എന്നാലും ഇനി ഇതുപോലെ ജനറൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നെക്സ്റ്റ് വീഡിയോസ്